2020 ലോകകപ്പിലെ ഗ്രൂപ്പ് എയിൽ വിജയക്കുതിപ്പ് തുടരുകയാണ് ഇന്ത്യ. അയർലൻഡിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ പാകിസ്ഥാനെ 6 റൺസിനും തകർത്ത് വിട്ടിരുന്നു. ഇതോടെ സൂപ്പർ 8 സാധ്യതയും ഇന്ത്യ സജീവമാക്കി. എന്നാൽ ഇന്ത്യ ഇതുവരെ സൂപ്പർ 8ൽ സീറ്റ് ഉറപ്പിച്ചിട്ടില്ല. നിലവിൽ 2 മത്സരം ജയിച്ച ഇന്ത്യക്ക് 4 പോയിന്റാണുള്ളത്. 2 മത്സരം ജയിച്ച USA-ക്കും 4 പോയിന്റ് ഉണ്ട്. ഇന്ത്യക്ക് 2 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. കാനഡയും USA-യുമാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇതിൽ ഏതെങ്കിലും ഒരു മത്സരം ജയിച്ചാൽ പോലും ഇന്ത്യക്ക് സൂപ്പർ 8ലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഇന്ത്യ USA-യോടും കാനഡയോടും തോറ്റാൽ ടീം പ്ലേ ഓഫ് കാണാതെ പുറത്താകാനും സാധ്യതയുണ്ട്. ഇന്ത്യയെയും പാകിസ്ഥാനെയും തോൽപ്പിക്കാനായാൽ കാനഡ സൂപ്പർ 8ലെത്തും. ഇനി ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിച്ചാൽ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയേൽക്കും. എന്നിരുന്നാലും USA-ക്കെതിരായ മത്സരത്തിലെ ഫലം ഇന്ത്യക്ക് നിർണായകം തന്നെയാണ്. പാകിസ്ഥാനെ അട്ടിമറിച്ച USA മികച്ച പോരാട്ട വീര്യമുള്ള താരങ്ങളാണ്. ഇന്ത്യയെ അമേരിക്ക തോൽപ്പിച്ചാൽ 6 പോയിന്റോടെ USA സൂപ്പർ 8ലേക്ക് എത്തും. ഇന്ത്യ ശേഷിക്കുന്ന 2 മത്സരം തോൽക്കുകയും കാനഡ ജയിക്കുകയും ചെയ്താൽ ഇന്ത്യ സൂപ്പർ 8 കാണാതെ പുറത്താകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു തിരിച്ചടി ഇന്ത്യ നേരിടാൻ സാധ്യത കുറവാണെന്ന് പറയാം. USA പാകിസ്ഥാനെ ഞെട്ടിച്ചെങ്കിലും ഇന്ത്യയെ വീഴ്ത്തുക കടുപ്പമാവും. തോൽവി അറിയാതെയാണ് ഇന്ത്യയുടെ മുന്നേറ്റം. USA-യും അതേപോലെ തന്നെ. ഈ സാഹചര്യത്തിൽ USA-യും ഇന്ത്യ തകർക്കാനാണ് സാധ്യത കൂടുതൽ. കാനഡ ഇന്ത്യക്ക് യാതൊരു വെല്ലുവിളിയും ഉയർത്താൻ സാധ്യതയില്ല. ഇന്ത്യ കാനഡയ്ക്കെതിരെ പ്രധാന താരങ്ങൾക്ക് ഒരുപക്ഷെ വിശ്രമം നൽകാനും സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഇതാ രോഹിത്തിൻ്റെ നായക മികവിനെ എല്ലാവരും പ്രശംസിക്കവേ വലിയ വിമർശനമുയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ സുനിൽ ഗവാസ്കർ. ബോളർമാരെ ഉപയോഗിച്ചതിൽ രോഹിത്തിന് പിഴവ് സംഭവിച്ചുവെന്നാണ് ഗവാസ്കർ ചൂണ്ടിക്കാട്ടുന്നത്. തുടക്കത്തിലെ തന്നെ ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും പുറത്താക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവരുടെ മധ്യനിരയെ വലിയ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു. ബുംറയ്ക്ക് ആദ്യ ഓവർ തന്നെ നൽകണമായിരുന്നു, അല്ലാതെ മൂന്നാമത്തെ ഓവറല്ല. അവൻ വിക്കറ്റ് വീഴ്ത്താൻ കഴിവുള്ള ബോളറാണ്. അവനെ കാത്തു നിർത്തിപ്പിക്കരുത് എന്നും ഗവാസ്കർ പറയുകയുണ്ടായി.